ഡാ, കപ്പുണ്ടോ? ഡേ 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 ഡേ, കപ്പുണ്ടോ? എടാ മോനെടാ, കപ്പുണ്ടോ? ഈ ചോദ്യം കേട്ട് കേട്ട് മടുത്ത് ഇനിയിപ്പം ആ ചോദ്യം ചോദിക്കാൻ ഇങ്ങോട്ട് ഒരുത്തരും വരണ്ട. ഓക്കെ, ഞങ്ങൾക്ക് കപ്പുണ്ട്. അപ്പോ ഈ സാല കപ്പ് ഞങ്ങൾ ഇനി എടുക്കുക. ഹായ് ഓൾ, വെൽക്കം ടു നെറ്റ്വർക്ക്. സാധാരണ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് ഒരു നോട്ടൊക്കെ എഴുതി തയ്യാറാക്കിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും അതൊന്നും ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു നോട്ടിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. അതെ, RCB കപ്പടിച്ചിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഭയങ്കര തലവേദന പിടിച്ച രണ്ട് പരിപാടികളാണ്. ഒന്ന് RCBയും പിന്നൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോ അത്ര ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോ അതില് ഒരെണ്ണം ഇപ്പം എന്തായാലും ഒന്ന് ഒതുങ്ങി എന്ന് വേണം പറയാൻ. അപ്പോ ശരിക്കും പറഞ്ഞ എന്തൊക്കെ പറയുന്നേ, ഈ കുറെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള പരിഹാസങ്ങൾക്ക് നമ്മൾ ഇരയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം കളി തുടങ്ങുമ്പോഴത്തേക്ക് ഞാനും കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഞങ്ങൾ പുറത്ത് വെറുതെ പോയായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാരും കൂടി എന്നെ വട്ടത്തിലിരുന്ന് നന്നായിട്ട് കിട്ടി. എന്നുവെച്ചാൽ 190 റൺസിന് ഒതുങ്ങിയപ്പോ, നമ്മൾ ഫോണിൽ കളി കണ്ടോണ്ടിരിക്കുക, 190 റൺസിനൊക്കെ ഒതുങ്ങിയപ്പോ എല്ലാവരും വിചാരിച്ചു 190 റൺസ്, അതും പഞ്ചാബ് അവര് ചേസ് ചെയ്യും. പ്രത്യേകിച്ച് ശ്രേയസ് അയ്യരൊക്കെ ഉള്ളത് കൊണ്ട് അയ്യരൊക്കെ ഒരു ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ടീമാണല്ലോ. പുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പുട്ടുപോലെ അടിച്ചിടും എന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഈ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഒരു ഫ്രണ്ടോട് പറഞ്ഞാൽ ഇത് ഫൈനലാണ്, ഒരു 180 റൺസ് ഒക്കെ എങ്ങനെയെങ്കിലും സ്കോർ ചെയ്താൽ മതി, കളി ജയിക്കാൻ പറ്റും. കാരണം ഒരു ഫൈനലിലൊക്കെ 180 റൺസ് എന്നൊക്കെ പറയുന്നത് നല്ലൊരു സ്കോർ തന്നെയാണ്. ഫൈനലാണല്ലോ, ഫൈനലിന്റെ പ്രഷറും കാര്യങ്ങളും ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രഷറൊക്കെ കുറച്ച് മറ്റ് നമ്മൾ ഇപ്പോൾ എന്താ പറയാ, ലീഗുകൾ കളിക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോൾ എന്തായാലും 190 റൺസ് അടിച്ചതിന്റെ പേരിൽ എനിക്ക് ശരിക്കും കിട്ടിയായിരുന്നു. കളി തോൽക്കുമെന്ന ഉറപ്പിന്മേലാണ് എല്ലാവരും നമ്മുടെ ചുറ്റും വരുന്നത് നമ്മളെ പലതും പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു ഭാഷ പറഞ്ഞ വട്ടത്തിൽ നോക്കി എല്ലാവരും കൂടെ. അപ്പൊ ഞാൻ എല്ലാം കേട്ടിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ ഒരു അവസരം കിട്ടുമോ, ഇന്ന് എങ്ങനെയെങ്കിലും ജയിക്കുമോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മധുരമേറിയ ആ നിമിഷം ഇന്ന് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ കേട്ടും അടുത്ത ഒരു ചോദ്യമുണ്ട്. അത് ഞാൻ ആദ്യം ടൈലൈനിൽ പറഞ്ഞു, കപ്പുണ്ടോടാ, കപ്പുണ്ടോടെ. സത്യം കേട്ട് മടുത്ത്. അത് ഒരു ടീമിന്റെ പേരിലല്ലല്ലോ, ഞാനൊരു RCB ഫാനുമാണ്, അതേപോലെ ബ്ലാസ്റ്റേഴ്സ് ഫാനുമാണ്. അപ്പൊ രണ്ടും കൂടെ കേട്ട് തല പെരുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പൊ എന്തായാലും RCBയുടെ കാര്യത്തില് അത് കഴിഞ്ഞു. ഇനി ആ ഒരു ചോദ്യം ആരും ചോദിക്കത്തില്ലല്ലോ. കാരണം ചോദിക്കാൻ വരുന്നവനെങ്കിൽ വാ ഇനി ചോദിക്കാൻ, അന്നേരം അപ്പൊ കാണിക്കാം. ഇനി എന്ത് ന്യായം പറഞ്ഞിട്ടായിരിക്കും ഇവർ വരാൻ പോകുന്നത്. 5 കപ്പുണ്ടെന്നൊക്കെ ആയിരിക്കും. ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. സാധാരണ ഒരു ക്രിക്കറ്റ് ഫാനിനെ സംബന്ധിച്ച് എല്ലാ ആളുകൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാണോ ഈ വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ലെജൻഡാണ്. അപ്പോൾ ആൾക്കൊരു IPL ട്രോഫി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറെ ആളുകളൊക്കെ പറയുന്നുണ്ട്, ഇത്രയും വർഷമായപ്പോൾ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഒക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റ് ഫാൻസ്, ഇപ്പൊ മുംബൈ ഫാൻസ് ആണെങ്കിലും ചെന്നൈ ഫാൻസ് ആണെങ്കിലും അങ്ങനെ പല ടീമിനെ ആരാധിക്കുന്ന പല ആളുകളും, അവർ ക്രിക്കറ്റിനെ നന്നായി സ്നേഹിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അവർ പറയും ഈ കൊല്ലം RCB കപ്പടിക്കണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കോഹ്ലി ഓർത്തിട്ടാണ്. കാരണം അയാളൊരു IPL ട്രോഫി ഡിസേർവ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ ഒരു IPL ട്രോഫി ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് എപ്പോഴും ഇങ്ങനെ ആളുകൾ പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഈ വർഷം എനിക്ക് കുറച്ച് ആളുകളെ എനിക്ക് ഈ വർഷം ഈ സമയത്താണ് മനസ്സിലാകുന്നത്. കാരണം RCB ഈ പ്രാവശ്യം ഏറെക്കുറെ കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു ടീമാണെന്ന് നമുക്ക് IPL തുടങ്ങിയ സമയത്തെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പം ഞാൻ എന്റെ ഇങ്ങനെ IPL ഡിസ്കഷനിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പറയും ഇക്കൊല്ലം അടിക്കുവാണെങ്കിൽ അടിച്ച്. കാരണം എനിക്ക് ഇക്കൊല്ലത്തെ ടീമിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം അത്രയും നന്നായിട്ട് ടീം പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ആത്മവിശ്വാസം തരുന്ന ഒരു ടീം ഈ വർഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ കോഹ്ലി നല്ല ഫോമിലായിരുന്നു. കോഹ്ലി എല്ലാ മാച്ചുകളിലും നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് ആളുകൾക്ക് ഭയങ്കര കണ്ണുകടിയുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈയൊക്കെ ആദ്യമേ അങ്ങ് മൊത്തത്തിൽ അടപടല പോയതുകൊണ്ട് അവര് കൂടുതലും മറ്റേ കൃഷി, മരം നടുന്ന ആ ഒരു തിടുക്കത്തിലായതുകൊണ്ട് അവർ നേരത്തെ അങ്ങ് പോയി. അപ്പോൾ അതിന്റെ പേരിൽ കുറച്ച് പേർക്ക് നല്ല ഗുരു ഉണ്ടായിരുന്നു. അതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഞാൻ കഞ്ചി കപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതേപോലെ മുംബൈയുടെ ഫാൻസ് ഉണ്ടായിരുന്നു, വിരാട് കോഹ്ലി അടിക്കരുത്, RCB കപ്പ് അടിക്കരുത്, കപ്പ് അടിച്ചു കഴിഞ്ഞാൽ അവന്മാർ അഹങ്കാരം കാണാൻ പറ്റത്തില്ല, ഭയങ്കര അഹങ്കാരികളാണ് അവര്, ഇങ്ങനെ പറഞ്ഞ ആളുകൾ വരെ ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് കോഹ്ലിക്ക് കപ്പ് കിട്ടട്ടെ എന്നുള്ള സാധനമൊന്നും അല്ല. അല്ലെങ്കിൽ അവര് ഇത്രയും വർഷമായിട്ട് കളിക്കുന്ന അവര് കപ്പ് അടിക്കട്ടെ എന്നുള്ള ഒരു സംഭവം ഒന്നും ഇല്ല. അവര് ഞങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ അവർമാർക്കും കിട്ടരുത് എങ്ങനെ മെന്റാലിറ്റിയിലുള്ള പല ആളുകളെയും ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫേസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞ് വന്നിട്ടും നമ്മൾ ജയിച്ചത് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ പോലും ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടു. ചിലര് പറയുന്നു
ഒരു വർഷം അങ്ങ് അടിച്ചതിരിക്കട്ടെ, ഇനി അങ്ങോട്ട് ഇനി ഇതേപോലെ തന്നെ കാത്തിരിക്കണം അടുത്തൊരു കപ്പിന് വേണ്ടി. ഇതൊക്കെ ഇവരെ തീരുമാനിച്ചാൽ മതി. അടുത്ത വർഷം RCB കപ്പ് അടിച്ചാലോ, ഈ ടീം ഇതേപോലെ പെർഫോം ചെയ്താലോ, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരു ടീമിനെ എഴുതി തള്ളാൻ കഴിയില്ല. നമ്മൾ കളികളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നത്, നമ്മൾ ഫുട്ബോളൊക്കെ കാണുന്നത്. ഈ ഒരു വർഷം മൊത്തം എടുത്തു നോക്കിയേ, ഏതൊക്കെ ടീമുകളാണ് കപ്പടിച്ചത്. എത്രയോ വർഷങ്ങൾ കാത്തിരുന്നിട്ട് ചാമ്പ്യൻസ് ആയ എത്രയോ ടീമുകൾ ഈ വർഷം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കിയിരിക്കുക, നോക്കി കാണുക. കാരണം ഒരു ടീമും അവരുടെ ഒരു വിക്ടറി കാണാതെ അവര് പരിപാടി നിർത്തി പോവില്ല. അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ എവിടെയോ കാത്തു വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ എൻ്റെ അടുത്ത് കപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ കളിയാക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഇതൊരു തുടക്കമാണ്, അല്ലെങ്കിൽ ഇതൊരു എക്സാമ്പിൾ ആണ്. RCB ഇതേപോലെ ഒരു ഡേ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ഇപ്പം IPL ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ടീം ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പൊ ഒരു മലയാളിയെ സംബന്ധിച്ച് അവന് സ്വന്തമായിട്ടൊരു ടീം ഇല്ല. കാരണം അവന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ അവന്റെ നാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടീം IPL ഇല്ല. അപ്പോ ഒരു കൊച്ചിൻ ടസ്കേഴ്സ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ കൊച്ചിൻ ടസ്കേഴ്സിന്റെ മാച്ചൊക്കെ എന്നും കാണും. അപ്പൊ അവരോടൊരു ഹാർഡ് കോർ കണക്ഷൻ ഒക്കെ ഉണ്ടായി വരുന്നതിന് മുമ്പ് തന്നെ ആ ടീം നിർത്തി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പൊ തന്നെ RCB ജയിച്ചു, ബാംഗ്ലൂർ ജയിച്ചു, ബാംഗ്ലൂരിൽ ആഘോഷം നടക്കുന്നു, ബാംഗ്ലൂരിന് വേണ്ടി കോഹ്ലി. അപ്പോൾ കോഹ്ലിയുടെ സംസാരത്തിലൊക്കെ ബാംഗ്ലൂരിനോടുള്ള ഒരു പുള്ളിയുടെ ആത്മബന്ധമൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു ടീം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ടീമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത്. കാരണം കേരളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മളുടെ സ്വന്തം ടീമാണത്. അപ്പൊ അതും മനസ്സിലാവാത്ത ഒരുപാട് ആളുകളുടെ നാടാണ് കേട്ടത്. അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനും ഇതേപോലെ ഒരു ഡേ വരും. അന്നത്തെ പറ്റി പറയേണ്ട കാര്യമില്ലോ, ഇതിന്റെയൊക്കെ അപ്പുറം പരിപാടി ആയിരിക്കും അന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് RCBയുടെ ഡേ ആണെന്ന്. RCB ഒരുപാട് പേർക്ക് നല്ല വിഷമമുണ്ടല്ലേ, നല്ല വിഷമമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത് എനിക്ക് ഗ്രൂപ്പിലൊക്കെ ഉള്ള സംസാരവും ഒക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. RCB കപ്പ് അടിച്ചതിൽ വിഷമമുള്ള ഒരുപാട് ആളുകളുണ്ട്, എന്നാൽ ഒരുപാട് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. കോഹ്ലി ഒരു കപ്പ്, അതായത് ഒരു IPL ട്രോഫി അടിച്ചതിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, മറ്റ് ടീമിന്റെ ഫാൻസ് ആണെങ്കിൽ കൂടെ. എന്തായാലും വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഇനിയിപ്പോ നാളെ രാവിലെ ആവണം. പലരും കിടന്നുറങ്ങി, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു. എല്ലാവരും രാവിലെ കാണണം. എല്ലാവരോടും പോയി ഒരു താങ്ക്സ് ഒക്കെ പറയണം RCBക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്. എന്തായാലും കൊള്ളാം, രസമുണ്ട്. ഈ വിജയത്തിന്റെ രുചി അത് നല്ല അടിപൊളി പരിപാടിയാണ്. അത് കൊള്ളാം. താങ്ക് യു.